5-ാം നൂറ്റാണ്ടിലെ പ്രാചീന ഭാരതത്തിൽ ജീവിച്ചിരുന്ന ജ്യോതിശാസ്ത്രജ്ഞൻ ആയിരുന്നു ആര്യഭട്ടൻ. കേരളത്തിലെ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ അശ്മകം എന്ന സ്ഥലത്ത് ജനിച്ചു എന്ന് അനുമാനിക്കുന്നു. AD 476 മുതൽ 550 വരെയുള്ള ഗുപ്തകാലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നതായി പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. കേരളത്തിൽ നിന്നും ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹം പാടലിപുത്രയിലെ നളന്ദ സർവകലാശാലയിൽ ഉപരിപഠനത്തിനായി പുറപ്പെട്ടു. പിന്നീട് നളന്ദ സർവകലാശാലയുടെ കുലപതിയായി അദ്ദേഹം മാറി. ഭൂമി ഉരുണ്ടതാണെന്നും സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്നും അങ്ങനെ രാവും പകലും ഉണ്ടാകുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി. ഒരു വർഷത്തിന്റെ ദൈർഘ്യം 365 ദിവസം 6 മണിക്കൂർ 12 മിനിറ്റ് 30 സെക്കൻഡ് ആണെന്നും ഒരു ദിവസം 24 മണിക്കൂർ എന്നും കണക്കാക്കി. ചന്ദ്രന് പ്രകാശമില്ലെന്നും സൂര്യപ്രകാശം മൂലമാണ് ചന്ദ്രന് പ്രകാശം ലഭിക്കുന്നതെന്ന് സ്ഥാപിച്ചു. പൈയുടെ മൂല്യവും പൂജ്യത്തിന്റെ മൂല്യവും ദശാംശ സിദ്ധാന്തവും അവതരിപ്പിച്ചു. ഭാരതീയ ജ്യോതിശാസ്ത്രത്തിലും ജ്യാമിതിയിലും ബീജഗണിതത്തിലും പ്രഗത്ഭനായിരുന്നു അദ്ദേഹം. ഗ്രഹങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയ വിശകലനം നൽകി ഭൂഗോളത്തിന്റെ ചുറ്റളവ് അദ്ദേഹം കണക്കുകൂട്ടി. ആര്യഭട്ടീയം അദ്ദേഹത്തിന്റെ കൃതിയാണ്. ഭാരതീയ പഞ്ചാംഗം തയ്യാറാക്കുന്നത് ആര്യഭട്ടീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഭാരതം ആദ്യ ഉപഗ്രഹം വിക്ഷേപിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം ആര്യഭട്ട എന്ന് പേര് നൽകി. ലോകത്തിന്റെ ഗണിതശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിന്റെ വികാസത്തിനും ആര്യഭട്ടന്റെ കൃതികൾ ഗണ്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പല ലോകരാഷ്ട്രങ്ങളിലേക്കും ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്.